പൊതുവെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ദ കിങ് ഓഫ് ആൻഡ്രോയിഡ് സാംസങ്ങിൻ്റെ S25 അൾട്രയാണ് ഇന്നെൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണിത്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറത്തൊക്കെ നേരത്തെ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആകുന്നതിന് മുന്നേ നമുക്ക് പുറം കൺട്രീസിലൊക്കെ നേരത്തെ ലോഞ്ച് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലുക്കിനെ പറ്റിയൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് ഭയങ്കര പൂഴ്ത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ കണ്ടില്ലേ, ഇവിടെ ഇരിക്കട്ടെ. അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഒരു റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ഇതിൻ്റെ ബോക്സൊക്കെ വരുന്നത്. ഒരു പേപ്പർ ടൈപ്പായിട്ടാണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. ഇതിൽ കൊണ്ട് മാറ്റി വെച്ചേക്കാം. ഇതിനകത്ത് എന്തുണ്ടെന്ന് നോക്കാം. ഓക്കെ, കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് സാംസങ്ങിൻ്റെ തന്നെ. പിന്നെ ഒബിയസ്ലി ചാർജ് ഇല്ല. ഒരു C2C ടൈപ്പ് കേബിൾ മാത്രമേ വരുന്നുള്ളൂ. ചാർജറിൻ്റെ കാര്യം നമ്മൾ സെപ്പറേറ്റ് തന്നെ വാങ്ങേണ്ടി വരും. ഏകദേശം 2000 രൂപ എടുത്ത് അതിൻ്റെ ചാർജറിൻ്റെ വില വരുന്നുണ്ട്. പിന്നെ 45 വാട്ട്സ് ആണ് ചാർജർ വരുന്നത്. കുഴപ്പമില്ലാത്ത ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ കാണും. പറയുകയാണെങ്കിൽ വളരെ സ്മൂത്താണ്. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ മാത്രമാണ്. നമുക്ക് പെട്ടെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വളരെ തിന്നായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. ബെസൽസൊക്കെ വളരെ തിന്നാണ്. പിന്നെ 120Hz റിഫ്രഷ് റേറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ഭയങ്കര നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ തന്നെ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഇതിനകത്ത് ഫീൽ ചെയ്യും. പിന്നെ ഗൊറില്ല ഗ്ലാസ് ആർമർ 2ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. 8L8 എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒട്ടും പേടിക്കാൻ എല്ലാ കാര്യം പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരിക്കും. S24 അൾട്രേനെക്കാട്ടി കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഫോൺ ഒബിയസ്ലി യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര സ്മൂത്താണ്. ഇത് നമ്മൾ നേരെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ 12 MP 4K വരെ നമുക്ക് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട് ക്യാമറയാണ്. ബാക്ക് ക്യാമറയിലേക്ക് വരാൻ നേരത്ത് നമ്മൾ ബാക്ക് ക്യാമറയിലേക്ക് വരുമ്പോൾ 200 MP മെയിൻ ക്യാമറയാണ് വരുന്നത്. അതേപോലെ തന്നെ 10 MP ടെലിഫോട്ടോ ക്യാമറയും അതേപോലെ 50 MP പെരിസ്കോപ്പിക് ക്യാമറയാണ് വരുന്നത്. അതാണ് ക്യാമറയുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അതിൻ്റെ കൂടെ 45 വാട്ട്സിൻ്റെ ചാർജറാണ് വരുന്നത്. നമ്മൾ ചാർജർ എന്തായാലും സെപ്പറേറ്റ് വാങ്ങിയേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഇതൊരു ടെക്നിക്കൽ വീഡിയോ ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മളെ കണക്കത്തൊരു സാധാ ഒരു യൂസർ ഒരു ഫോൺ കൈ കിട്ടുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ മാത്രമാണ്. നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസും അതിൻ്റെ എല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക.